ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താണ് ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോമാറ്റിക് കോമ്പൗണ്ട്സിനെ പറ്റിയിട്ട്. അതായത് ഒരു ക്യാരക്ടറിസ്റ്റിക് യുണീക്ക് സ്മെല്ല്, ഒരു അറോമ അല്ലെങ്കിൽ ഒരു ഫ്രാഗ്രൻസ് പുറത്തു വിടുന്ന സ്പെഷ്യലൈസ്ഡ് സൈക്ലിക് കോമ്പൗണ്ട്സ് ആണ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ്. അപ്പോൾ ഇവിടെ ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ്. അതിൻ്റെ കൂടെ എന്തുണ്ട്? ഇലക്ട്രോഫിലിക് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇലക്ട്രോഫൈലും ഉണ്ട്. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ, അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷനും നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇത് നടക്കുന്നത്? അതായത് ഒരു ആരോമാറ്റിക് കോമ്പൗണ്ടിൻ്റെ മുകളിൽ ഒരു ഇലക്ട്രോഫൈൽ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഈ ടൈപ്പ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ പറയുന്നത് ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ടോട്ടൽ ഒരു റിയാക്ഷൻ നമുക്ക് നോക്കാം. ഒരു സിംഗിൾ സ്റ്റെപ്പിൽ ആ ടോട്ടൽ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന്. ഇവിടെ ഒരു ബെൻസീൻ ഉണ്ട്. അപ്പോൾ ബെൻസീനും അത് ഇവിടെ എന്താണ്, ഒരു ഇലക്ട്രോഫൈലും ഉണ്ട്. അപ്പോൾ ഒരു സ്ലോ സ്റ്റെപ്പ് റിയാക്ഷൻ നടക്കുമ്പോൾ അവിടുത്തെ ഈ ഒരു ഇലക്ട്രോഫൈൽ എന്താണ്, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. ഈ ബെൻസീൻ റിങ് എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോൺ റിച്ച് ആണ് അല്ലേ? അപ്പോൾ ഈ ഇലക്ട്രോൺ റിച്ച് ഇവിടെ എന്താണ്, പൈ ഇലക്ട്രോൺസ് ഉണ്ട്, 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഹൈലി ഇലക്ട്രോൺ റിച്ച് ആണിത്. അപ്പോൾ ഈ ഹൈലി ഇലക്ട്രോൺ റിച്ച് ആയ ആൾ എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോഫൈലിനെ മൂപ്പരടുത്തേക്ക് വലിച്ചെടുക്കും. അങ്ങനെ സെക്കൻഡ് പിക്ചറിൽ നമുക്ക് എന്താണ്, ഇവിടെ ഒരു സിഗ്മ കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതിനെ എറീനിയം അയോൺ എന്ന് പറയാം, അല്ലെങ്കിൽ അതൊരു ഇൻ്റർമീഡിയറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റും, നേരത്തെയുള്ള ഹൈഡ്രജനും ഇവിടെയുണ്ട്, ഇപ്പോൾ വന്ന് അറ്റാച്ച് ചെയ്ത ഇലക്ട്രോഫൈലും ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാകുന്ന സമയത്ത് നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം, തൊട്ടടുത്ത സ്റ്റെപ്പ് ഒരു ഫാസ്റ്റ് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടുത്തെ ഹൈഡ്രജൻ, ഇവിടെയുള്ള ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് അങ്ങ് പോകുന്നു. അതായത് ഇവിടുത്തെ പ്രോട്ടോൺ റിമൂവ് ചെയ്തിട്ട് ആ സമയത്ത് അതിൽ ഒരു ഇലക്ട്രോൺ എങ്ങോട്ട് ചാടുന്നു, ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യുന്നു. അങ്ങനെ ജമ്പ് ചെയ്തിട്ട് ഇവിടെ ഡബിൾ ബോണ്ട് വരുന്ന ഒരു പിക്ചറാണ് തേർഡ് വൺ. അതായത് ഇവിടുത്തെ എക്സ്പെല് ചെയ്ത് പോയ ആ ഒരു പ്രോട്ടോണിനെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്തായി, എക്സാക്റ്റ് ഒരു ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ആരോമാറ്റിക് കോമ്പൗണ്ടിന് മുകളിൽ ഒരു ഇലക്ട്രോഫൈൽ വന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അതായത് ഇവിടെ ഓൾറെഡി ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ഒരു ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ആ ഹൈഡ്രജൻ്റെ പ്ലേസിൽ ഒരു ഇലക്ട്രോഫൈൽ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇത്തരം റിയാക്ഷനെയാണ് നമ്മൾ ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹാലോജിനേഷൻ, അതൊരു ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നൈട്രേഷൻ ആണ്. അപ്പോൾ എന്താണ്, നമുക്ക് ആ നൈട്രേഷനെ പറ്റി ഒന്ന് നോക്കാം. അപ്പം നൈട്രേഷൻ, when benzene is heated with a mixture of concentrated HNO3 and concentrated sulfuric acid H2SO4, that is nitrating mixture ആണ്, at about 333 Kelvin, അതായത് 333 Kelvin, a nitro group is introduced into ബെൻസീൻ റിംഗ് ടു yield നൈട്രോബെൻസീൻ. അതായത് നമ്മൾ ബെൻസീനിനെ എന്ത് ചെയ്യാണ്, നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും കൊണ്ട് എന്താണ് 333 കെൽവിനിൽ, അതായത് ഇവിടെ കെൽവിനിലാണ് കൊടുത്തത്, ഇവിടെ ഡിഗ്രി സെൽഷ്യസിലാണ് കൊടുത്തത്. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിലാവുമ്പോൾ 60 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ബെൻസീനെ സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും വെച്ച് ഹീറ്റ് ചെയ്യാണ്. അങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണ്, ഒരു നൈട്രോ ഗ്രൂപ്പ് ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് നൈട്രോ ബെൻസീൻ എന്ന് പറയുന്ന പുതിയൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ നൈട്രേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ മെക്കാനിസത്തിലേക്കൊന്ന് നോക്കാം. ഇവിടെ മെക്കാനിസത്തിന് എല്ലാ സ്റ്റെപ്പും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മൾ ഹാലോജിനേഷൻ പോലെ തന്നെ ഇവിടെയും എന്താണ്, ക്രിയേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ അല്ലെങ്കിൽ ജനറേഷൻ ഓഫ് ദ ഇലക്ട്രോഫൈലാണ് ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ ഇവിടെ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഫസ്റ്റ് സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും ഒരു ഫാസ്റ്റ് സ്റ്റെപ്പിൽ റിയാക്ഷൻ നടക്കുന്നു. അപ്പോൾ അങ്ങനെ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് സൾഫ്യൂരിക് ആസിഡിൽ ഒരു പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്തെടുക്കും. ഈ നൈട്രിക് ആസിഡ് അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് H2NO3+ കിട്ടും, അതുപോലെ തന്നെ HSO4- കിട്ടും. ഈ HSO4- ആണ് ലാസ്റ്റ് ഈ ഇൻ്റർമീഡിയറ്റിൻ്റെ മുകളിലുള്ള പ്രോട്ടോണിനെ റിമൂവ് ചെയ്യുന്ന ആൾ. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടോണേഷന് ശേഷം, അതായത് സൾഫ്യൂരിക് ആസിഡ് പ്രോട്ടോണേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ എന്ത് നടക്കുന്നുണ്ട്, അതിൻ്റെ ആ ഒരു അവിടെ ഡിസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് NO2+ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോഫൈൽ ഫോം ചെയ്യുന്നു.
ഇനി സ്റ്റെപ്പ് 2-ൽ നമ്മളിവിടെ ജനറേറ്റ് ചെയ്ത ഇലക്ട്രോഫൈൽ പോയിട്ട് നമ്മൾ ആരോമാറ്റിക് കോമ്പൗണ്ടിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, അങ്ങനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഒരു സിഗ്മ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കതിനെ റീനിയം അയോൺ എന്ന് പറയാം, അതും അല്ലെങ്കിൽ കാർബോ കാറ്റയോൺ എന്നും പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ ബെൻസീൻ ഉണ്ട്, ഇവിടെ ഇലക്ട്രോഫൈലും ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോഫൈൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. ബെൻസീൻ എന്താണ്, ഹൈലി ഇലക്ട്രോൺ റിച്ച് ആണ്. അപ്പോൾ ഹൈലി ഇലക്ട്രോൺ റിച്ച് ആയതുകൊണ്ട് ഈ ബെൻസീനിൽ എന്തുണ്ടാവും, ഒരു ക്യാപ്പബിലിറ്റി ഉണ്ട്. അതായത് ഈ ഇലക്ട്രോഫൈലിനെ മൂപ്പരടുത്തേക്ക് അറ്റാച്ച് ചെയ്തങ്ങ് എടുക്കും. അതൊരു സ്ലോ സ്റ്റെപ്പ് റിയാക്ഷനാണ്. പിന്നെ അവിടെ എന്താണ്, ഈ ഒരു എന്താണ് ഈ സ്ട്രക്ചർ, അതായത് ഈ ഒരു ബെൻസീൻ റിങ്ങിൻ്റെ ഈ ഇലക്ട്രോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്ത ആ ഒരു ബെൻസീൻ്റെ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ സ്ട്രക്ചറാണ് ഈ കൊടുത്തത്. ഇതാണ് നമ്മളെ സിഗ്മ കോംപ്ലക്സ്. അങ്ങനെ നമുക്കിവിടെ ഒരു റെസൊണൻസ് ഹൈബ്രിഡ്, ഇതിൻ്റെ റെസൊണൻസ് ഹൈബ്രിഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, നമ്മളുടെ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പാണ്. അപ്പോൾ ഇനി സിഗ്മ കോംപ്ലക്സ് ഇവിടെ ഫോം ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ ഒരു ഹൈഡ്രജൻ എക്സ്ട്രാ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഹൈഡ്രജനെ, ഈ പ്രോട്ടോണിനെ റിമൂവ് ചെയ്യാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ NO2 മാത്രമായിട്ട് കിട്ടും. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് ആ പ്രോട്ടോണിനെ റിമൂവ് ചെയ്യാണ്. അപ്പോൾ തേർഡ് സ്റ്റെപ്പ്, ലോസ് ഓഫ് പ്രോട്ടോൺ ഫ്രം ദ സിഗ്മ കോംപ്ലക്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സിഗ്മ കോംപ്ലക്സിൻ്റെ മുകളിൽ ആ ഒരു പ്രോട്ടോണിനെ നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അതിനെ ലോസ് ചെയ്ത് പോകണം അവിടുന്ന്. അപ്പോൾ അതിനെ ലോസ് ചെയ്ത് എടുക്കുന്നത് ആരാണ്, അതായത് അതിനെ റിമൂവ് ചെയ്യുന്ന ആൾ, ഞാൻ നേരത്തെ പറഞ്ഞ നേരത്തെ റിയാക്ഷനിൽ ഞാൻ HSO4- ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ HSO4-, അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫോം ചെയ്ത ആ HSO4- ആണ് ഇവിടുന്ന് ഈ പ്രോട്ടോണിനെ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ കാർബോ കാറ്റയോൺ, ആ എന്താണ് സിഗ്മ കോംപ്ലക്സ് അല്ലെങ്കിൽ അറീനിയം അയോൺ ആണിത്. അപ്പോൾ ഈ അറീനിയം അയോണും ഈ HSO4- ആയിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ HSO4- എന്താണ്, ഇലക്ട്രോൺ റിച്ച് ആണ്. അപ്പോൾ മൂപ്പർ എന്ത് ചെയ്യും, ഈ പ്രോട്ടോണിനെ എന്ത് ചെയ്യും, അതിൻ്റെ അടുത്തേക്ക് പുള്ളി ഇതങ്ങ് എടുക്കും. അങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒബ്വിയസ്ലി ഇവിടെയുള്ള ഈ ബോണ്ട്, കാർബൺ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ അടുത്തുള്ള ആ ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇതിൻ്റെ ഈ ബെൻസീൻ റിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതൊരു ഫാസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ആയിട്ടുള്ള നൈട്രേഷൻ പ്രോഡക്റ്റായ നൈട്രോ ബെൻസീനും കിട്ടുന്നത്. അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് നമുക്ക് H2SO4 കിട്ടുന്നു. അതായത് നേരത്തെ ഇത് HSO4 ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ കിട്ടുന്നതോടുകൂടി ഇതെന്തായി, H2SO4 ആയി മാറി. ഇനി അടുത്ത ഒരു ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് സൾഫോണേഷൻ. അപ്പോൾ ഇവിടെ സൾഫോണേഷന് നമ്മൾ ആരോമാറ്റിക് കോമ്പൗണ്ടായിട്ട് ബെൻസീനെ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നോക്കാം, ബെൻസീൻ വെൻ ട്രീറ്റഡ് വിത്ത് ഫ്യൂമിംഗ് H2SO4, ഫ്യൂമിംഗ് H2SO4 that is oleum at ordinary temperature yields benzene sulfonic acid. This reaction is called sulfonation. എന്താണ് പറയുന്നത്, അതായത് ബെൻസീന് നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്യൂമിംഗ് H2SO4 കൊണ്ട് ട്രീറ്റ് ചെയ്യാണ്. ഫ്യൂമിംഗ് H2SO4-ഉം സാധാരണ H2SO4 രണ്ട് വെച്ച് നമുക്ക് ഇവിടെ റിയാക്ഷൻ നടത്താം. പക്ഷേ ഫ്യൂമിംഗ് H2SO4 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെങ്ത് കുറച്ചുകൂടി അതിന് മോറാണ് വെൻ കമ്പയർഡ് ടു നോർമൽ H2SO4. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്യൂമിംഗ് H2SO4-നെ എടുത്ത് ബെൻസീനുമായിട്ട് ഓർഡിനറി ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്യുക. അങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കിട്ടുന്ന പ്രോഡക്റ്റാണ് ബെൻസീൻ സൾഫോണിക് ആസിഡ്. അപ്പോൾ ഈ ഒരു റിയാക്ഷനെയാണ് നമ്മൾ വിളിക്കുന്നത് സൾഫോണേഷൻ. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. ആ റിയാക്ഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ബെൻസീന് എന്താണ് H2SO4 ആയിട്ട് റിയാക്ഷൻ നടക്കുന്ന. അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നു, ഈ SO3H ഗ്രൂപ്പ് ഈ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ വന്ന് അറ്റാച്ച് ചെയ്തിട്ട് ബെൻസീൻ സൾഫോണിക് ആസിഡും കിട്ടുന്നു, ബൈ പ്രോഡക്റ്റായിട്ട് വാട്ടറും കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മെക്കാനിസം നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് 1 എന്താണ്, നമുക്ക് ഓൾറെഡി അറിയാം, ഇലക്ട്രോഫൈലിനെ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇലക്ട്രോഫൈലിനെ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് 1, ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ. ഇനി ഇവിടെ ദ ഇലക്ട്രോഫൈൽ SO3 is produced in concentrated H2SO4 by the following manner in which H2SO4 acts both as an acid and a base in its auto-ionization. അതായത് നമുക്ക് ആദ്യം ഇവിടെ എന്തിനെ ഫോം ചെയ്യണം, ഒരു ഇലക്ട്രോഫൈൽ, അതായത് SO3 ആണ് നമ്മുടെ ഇലക്ട്രോഫൈൽ, അതിനെ ഫോം ചെയ്യിക്കണം. അപ്പോൾ അതിനെ ഫോം ചെയ്യിക്കുന്ന സമയത്ത് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഓട്ടോ അയോണൈസേഷൻ ആണ്. ഓട്ടോ അയോണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സൾഫ്യൂരിക് ആസിഡിനെയും ഒരുമിച്ച് ട്രീറ്റ് ചെയ്യാം.
അപ്പോൾ ഇവിടെ ഫസ്റ്റ് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഫസ്റ്റ് മോളിക്യൂൾ ഇവിടെയുണ്ട്, സൾഫ്യൂരിക് ആസിഡിൻ്റെ സെക്കൻഡ് മോളിക്യൂൾ ഇവിടെയുണ്ട്. അപ്പോൾ അതൊരു ഫാസ്റ്റ് സ്റ്റെപ്പോട് കൂടി റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? H3SO4 പ്ലസും കിട്ടുന്നു, അതിൻ്റെ കൂടെ HSO4 മൈനസും കിട്ടുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ HSO4 മൈനസ് കൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ആ പ്രോട്ടോണിനെ റിമൂവ് ചെയ്യേണ്ടത്. വീണ്ടും ഈ H3SO4 പ്ലസ് അയോണൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? ഹൈഡ്രോണിയം അയോൺ, അതായത് H3O പ്ലസും കിട്ടുന്നു, അതിൻ്റെ കൂടെ നമ്മൾ ഇലക്ട്രോഫൈലായ SO3യും കിട്ടുന്നു. അപ്പോൾ ഇവിടെ SO3ൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇവിടെ SO3ൻ്റെ SO3 അല്ല, അപ്പോൾ ഇവിടെ ഓക്സിജനൊക്കെ എന്താണ് പാർഷ്യൽ നെഗറ്റീവ് ചാർജാണ്, സൾഫറിന് പാർഷ്യൽ പോസിറ്റീവ് ചാർജാണുള്ളത്. അങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഓട്ടോ അയോണൈസേഷൻ ഒരു ഫാസ്റ്റ് സ്റ്റെപ്പിൽ നടന്ന് അത് അയോണൈസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? SO3 എന്ന് പറയുന്ന ഒരു ഇലക്ട്രോഫൈൽ കിട്ടി. ഓക്കെ, എന്താണ് സൾഫ്യൂരിക് ആസിഡ് ഓട്ടോ അയോണൈസേഷൻ ഒരു ഫാസ്റ്റ് സ്റ്റെപ്പിൽ നടന്ന് H3SO പ്ലസ് കിട്ടി. ആ H3SO പ്ലസ് അയോണൈസ് ചെയ്തിട്ട് നമുക്ക് SO3 എന്ന് പറയുന്ന ഒരു ഇലക്ട്രോഫൈലിനെ കിട്ടിയിരിക്കുന്നു. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ SO3 എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രോഫൈലിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താണ്? നമുക്ക് അറീനിയം അയോൺ ഫോം ചെയ്യണം. അതായത് ആരോമാറ്റിക് കോമ്പൗണ്ടിനെ ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു സിഗ്മ കോംപ്ലക്സ് അല്ലെങ്കിൽ അറീനിയം അയോൺ ഫോം ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ SO3 ഉണ്ട്, അതായത് നമ്മൾ ഇലക്ട്രോഫൈൽ ഉണ്ട്. ഇത് നമ്മൾ ബെൻസീനാണ്. ബെൻസീൻ ഹൈലി ഇലക്ട്രോൺ റിച്ച് ആണ്, അവിടെ 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. SO3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോഫൈലാണ്, മൂപ്പര് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ഈ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളെ ഈ പൈ ഇലക്ട്രോൺ ക്ലൗഡുള്ള, അതായത് ഹൈലി ഇലക്ട്രോൺ റിച്ച് ആയ ബെൻസീൻ റിങ് വന്ന് അറ്റാച്ച് ചെയ്തങ്ങ് എടുക്കും. അപ്പോൾ ഇതെന്താണ്? ഒരു സ്ലോ സ്റ്റെപ്പാണ്. അപ്പോൾ അവിടെ എന്താണ്? ഇവിടെ അതിൻ്റെ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ സ്ട്രക്ചറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെന്താണ്? നമ്മൾ സിഗ്മ കോംപ്ലക്സ് ആണ്. അപ്പോൾ നമുക്ക് റെസൊണൻസ് ഹൈബ്രിഡ് കിട്ടി അല്ലേ? അപ്പോൾ ഈ റെസൊണൻസ് ഹൈബ്രിഡിൽ നമുക്ക് SO3 മൈനസും ഉണ്ട്, എച്ചും ഉണ്ട്. നിങ്ങളിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നേരത്തെയുള്ള സ്റ്റെപ്പിലൊന്നും ഒരു മൈനസ് ഇല്ല, എച്ചും NO2 അങ്ങനെയൊക്കെ ആയിരുന്നു ഉള്ളത്. അപ്പോൾ ഈ റിയാക്ഷനിൽ നിങ്ങൾക്ക് 4 സ്റ്റെപ്പാണ് ഉണ്ടാവുക. ഇനി ഈ ഫോം ചെയ്ത സിഗ്മ കോംപ്ലക്സ് നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രോട്ടോണ് റിമൂവ് ചെയ്യുന്ന സ്റ്റെപ്പാണ് അടുത്തത്. മാത്രമല്ല ഈ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഒരു റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പാണ്. അങ്ങനെയാണെങ്കിൽ തേർഡ് സ്റ്റെപ്പിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതായത് ഈ പ്രോട്ടോണിനെ റിമൂവ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ സ്റ്റെപ്പ് 3, ലോസ് ഓഫ് എ പ്രോട്ടോൺ ഫ്രം ദ സിഗ്മ കോംപ്ലക്സ്, ദാറ്റ് ഈസ് കാർബോകാറ്റയോൺ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞു HSO4 മൈനസ് ആണ് ആ പ്രോട്ടോണിനെ റിമൂവ് ചെയ്യുകയാണ് അല്ലേ? HSO4 അബ്സ്ട്രാക്ട്സ് എ പ്രോട്ടോൺ ഫ്രം ദ കാർബോകാറ്റയോൺ. അപ്പോൾ നമ്മളെ കാർബോകാറ്റയോൺ ആണിത്. അപ്പോൾ ഇവിടെയുള്ള ഈ ഹൈഡ്രജൻ, ഈ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യുന്നത് ആരാണ്? HSO4 മൈനസ്. അങ്ങനെ അബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് റീസ്റ്റോർസ് ആരോമാറ്റിസിറ്റി ടു ദ റിംഗ് ടു ഈൽഡ് ബെൻസീൻ സൾഫോണേറ്റ് അയോൺ. അങ്ങനെ എന്താണ്? ബെൻസീൻ സൾഫോണേറ്റ് അയോൺ അവിടെ ഫോം ചെയ്യുന്നു. ബൈ പ്രൊഡക്റ്റ് ആയിട്ട് H2SO4 ഫോം ചെയ്യുന്നു. ഇനി സ്റ്റെപ്പ് 4ലാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് SO3H ആയിട്ട് ഫോം ചെയ്യുന്നത്. അതായത് വീണ്ടും അതിന് അവിടെ നിന്നൊരു പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതുവരെയുള്ള സ്റ്റെപ്പിൽ തേർഡ് സ്റ്റെപ്പോടുകൂടി റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് 4 സ്റ്റെപ്പ് ഉണ്ട്. എന്നിങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോർത്ത് സ്റ്റെപ്പ് നോക്കാം. എന്താണ്? അക്സെപ്റ്റൻസ് ഓഫ് പ്രോട്ടോൺ. അതായത് ഇവിടെ SO3 മൈനസ് ആണ്. അപ്പോൾ ഇവിടെ H വരണമെങ്കിൽ ഒരു എന്താണ്? നെഗറ്റീവ് ചാർജ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു പ്രോട്ടോൺ ഒബ്വിയസ്ലി എന്താണ് ഉണ്ടാകുക? പോസിറ്റീവ് ചാർജാണ് ഉണ്ടാകുക അല്ലേ? അപ്പോൾ എന്താണ്? നെഗറ്റീവും പോസിറ്റീവും. അപ്പോൾ ഇവിടെ ഈ H വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായി? SO3H ആയി. അപ്പോൾ അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 4 അക്സെപ്റ്റൻസ് ഓഫ് എ പ്രോട്ടോൺ. ഒരു പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? SO3 മൈനസ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ദ ബെൻസീൻ സൾഫോണേറ്റ് അയോൺ, അതായത് ഇതാണ് നമ്മുടെ ബെൻസീൻ സൾഫോണേറ്റ് അയോൺ. അതെന്ത് ചെയ്യുന്നുണ്ട്? അക്സെപ്റ്റ്സ് എ പ്രോട്ടോൺ ടു ബിക്കം ബെൻസീൻ സൾഫോണിക് ആസിഡ്. അപ്പോൾ ഈ ബെൻസീൻ സൾഫോണേറ്റ് അയോൺ എന്താണ്? ഒരു പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? ബെൻസീൻ സൾഫോണിക് ആസിഡായിട്ട് മാറുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ, അതായത് ഇവിടെ എന്താണ്? ഒരു H3O പ്ലസ് ഫോം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ H3O പ്ലസ് എന്നാണ് മൂപ്പര്, അതായത് ആ ഒരു ഇൻ്റർമീഡിയറ്റ്, അതായത് ബെൻസീൻ സൾഫോണേറ്റ് അയോൺ H പ്ലസിനെ സ്വീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, ഇവിടെ H3O പ്ലസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ H3O പ്ലസ്സിൽ ഒരു പ്രോട്ടോണിനെ ഈ SO3 മൈനസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ അബ്സ്ട്രാക്ട് ചെയ്തെടുക്കും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? അതൊരു ഫാസ്റ്റ് സ്റ്റെപ്പിലൂടെ റിയാക്ഷൻ നടന്ന് SO3H കിട്ടിയല്ലോ. SO3H ഫോം ചെയ്ത്
ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഒരു വാട്ടർ മോളിക്യൂളിനെ അത് റിമൂവ് ചെയ്തുകൊണ്ടാണ് SO3H ഫോം ചെയ്യുന്നത്. അതായത് ഇവിടുന്ന് ഈ H3O പ്ലസ് എന്ന്, അതായത് ഈ H3O പ്ലസ് എന്ന് ഒരു ഹൈഡ്രജന് SO3Hൻ്റെ അടുത്തേക്കാണ് വരുന്നത്. പിന്നെ എന്താണ് ഇവിടെ H3 ഇല്ലല്ലോ, പിന്നെ H2O ആണല്ലോ ഉണ്ടാവുക. അങ്ങനെ നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ റിയാക്ഷൻ നടന്നിട്ട് H2O റിമൂവ് ആയി, അങ്ങനെ ബെൻസീൻ സൾഫോണിക് ആസിഡ് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് എന്താണ് നൈട്രേഷൻ റിയാക്ഷൻ, സൾഫോണേഷൻ റിയാക്ഷൻ.